ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഞാൻ ഫുഡ് റെഡിയാക്കുന്നു. അതുപോലെ ലഞ്ച് ബോക്സ് മാത്രം, കൂടുതലൊന്നും കാണിക്കാൻ എനിക്ക് നേരമില്ല. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സാണ് നിങ്ങളൊന്ന് കാണിക്കുന്നത് കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഗൈസ്, എൻ്റെ ലഞ്ച് ബോക്സിലെ കറി എന്ന് പറയുന്നത് പപ്പരക്കയും പയറും മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ചൂട് ചോറിലേക്ക് ഞാൻ എൻ്റെ പപ്പരക്ക മെഴുക്കുവരട്ടി ഇട്ടു. പിന്നെ വെണ്ടക്ക തോരൻ വെച്ചു, വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഉണക്കമീൻ വറുത്തു ഗൈസ്, അതിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഗൈസ്, ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ബസ്സിൽ കയറി, ഞാൻ ആരും കാണാതെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഓഫീസിൽ എത്തി, സ്റ്റോപ്പിലിറങ്ങി. അവിടെ നിന്ന് ഞാൻ കടക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നീട് ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഉച്ചയ്ക്ക് ഞാനിവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആരും കാണാതെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾക്കൊരു റൂമുണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ ഉണക്കമീൻ മെഴുക്കുവരട്ടി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടേ എനിക്ക് ഇങ്ങനെയുള്ള ഫുഡിനോടാണ് കൂടുതലും താല്പര്യം. പിന്നെ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ചിലപ്പോൾ ഞാൻ ചിക്കൻ അതുപോലെ തന്നെ ബീഫൊക്കെ കഴിക്കുന്നത് കേട്ടോ. എനിക്ക് കൂടുതലിഷ്ടം എനിക്ക് മെഴുക്കുവരട്ടി, ഉണക്കമീൻ ഇങ്ങനെയുള്ള കറികളോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി വെളിയിലോട്ട് നോക്കിയപ്പോൾ അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ അങ്ങ് നിന്നു. നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല മഴ പെയ്യാണ് ഗൈസ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്, ബസ് കാത്ത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറാൻ പോവാണ് ഗൈസ്. ഞാൻ ബസ്സിൽ അടിച്ചോണ്ടിരിക്കുന്ന നല്ല മഴയാണ്. ഞാൻ പഠിച്ചതാണ് പട്ടണക്കേട്ട് അടിച്ചോണ്ടിരിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കത്തില്ല. കാണുന്നുണ്ടാവും. ഞാൻ പഠിച്ചതാണ് പട്ടണക്കേട്ട് അടിച്ചോണ്ടിരിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കത്തില്ല. പണ്ടൊക്കെ ഞാൻ പഠിച്ചതാണ് പട്ടണക്കേട്ട് അടിച്ചോണ്ടിരിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കത്തില്ല. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഞാൻ പഠിച്ചതാണ് പട്ടണക്കേട്ട് അടിച്ചോണ്ടിരിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കത്തില്ല. ഞാൻ പഠിച്ചതാണ് പട്ടണക്കേട്ട് അടിച്ചോണ്ടിരിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കത്തില്ല. അപ്പോൾ ഗൈസ്, ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യാനൊരോന്ന് എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഉമ്മച്ചി അത് വേണോ ഉമ്മച്ചി, ഇത് വേണോ ഉമ്മച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ചോക്കോസ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടക്കിടക്ക് പറയും ചോക്കോസ് വേണമെന്ന്. അപ്പോൾ അത് മേടിക്കും. അപ്പം മേടിക്കാനായിട്ട് ഞാൻ കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചോക്കോസ് മേടിച്ച് വീട്ടിൽ ചെയ്യാനെ നോക്കി. ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ ചെയ്യാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര കുരുത്തക്കേട് കാണിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ഷെൽഫിന്റെ അവിടെ ഇരിക്കാനൊരു സ്ഥലമൊക്കെ അവനുണ്ടാക്കി. അപ്പൊ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. അവന്റെ റൂമാണെന്നൊക്കെ പറഞ്ഞോണ്ട് നല്ല രസമാണ് ഷെയാന്റെ ഒരു കുസൃതിയൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഷെയാന്റെ കുരുത്തക്കേടൊക്കെ ഞാൻ കുറെ നേരം നിന്ന് കണ്ട്. പിന്നെ ഷെയാന് ചോക്കോസ് കൊടുത്ത് ഷെയാൻ ചോക്കോസ് കഴിച്ചു. പിന്നെ ഞങ്ങളെ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥന ദുആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിസ്കാരമുണ്ട്. അപ്പോൾ അതൊക്കെ കളാ വീട്ടണം. അപ്പം അതിലേക്കാണ് അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ പ്രാർത്ഥന ടൈമാണ്. അപ്പോൾ ഷെയാൻ ദുആ ചെയ്യുമ്പം അവിടെ ഇരുന്നുകൊണ്ട് ഓരോ ആക്ഷനൊക്കെ കാണിക്കും കേട്ടോ. അങ്ങനെ ഓരോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്താ പറയുക, എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇതായിരുന്നു.
നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക,